ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ആർഗാനിക്സ്. മക്കൾക്കും പാരൻസിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ജവഹർ നവോദയ വിദ്യാലയങ്ങളിലേക്കുള്ള അഡ്മിഷൻ ടെസ്റ്റിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാൻ പോകുന്നത്. സോ നമ്മൾ ജസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു ഗൂഗിൾ ക്രോമോ ഏതെങ്കിലും ഒരു ബ്രൗസർ എടുത്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് അവിടെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ജവഹർ നവോദയ വിദ്യാലയ അഡ്മിഷൻ എന്നുള്ളത് ജസ്റ്റ് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന ആദ്യത്തെ ലിങ്കിലാണ് നിങ്ങൾ എന്താക്കേണ്ടത്, പോവേണ്ടത്. ഫസ്റ്റ് അതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ജവഹർ നവോദയ വിദ്യാലയങ്ങളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്കാണ് നമ്മൾ ആദ്യം തന്നെ കടക്കാൻ പോകുന്നത്. സോ ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ഫോർ അഡ്മിഷൻ ടു ക്ലാസ് 6 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2027-28 വർഷത്തേക്കുള്ള ഈ ഒരു അഡ്മിഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ നിങ്ങൾക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ ജസ്റ്റ് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കാൻഡിഡേറ്റ് കോർണറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്ലിക്ക് ഹെയർ ഫോർ രജിസ്റ്റർ ഫോർ ക്ലാസ് 6 JNVST 2027-28. സോ അതിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഡിക്ലറേഷൻസ്, ഇവിടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്കുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഈ ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചു നോക്കേണ്ടതാണ്. ഓരോ ഇൻസ്ട്രക്ഷൻസിനെ കുറിച്ച് നമ്മൾ ഇതിന് മുമ്പും ഡിസ്കസ് ചെയ്താണ്, നമ്മുടെ വീഡിയോസിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഓക്കെ, സോ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ജസ്റ്റ് താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് താഴത്ത് നിങ്ങളോട് ചോദിക്കും നിങ്ങളുടെ കുട്ടിക്ക് മുകളിൽ പറയുന്ന മുഴുവൻ എലിജിബിലിറ്റി ക്രൈറ്റീരിയയും കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം നമ്മൾ അവിടെ യെസ് ആണ് കൊടുക്കേണ്ടത്. പിന്നീട് നമ്മളോട് ചോദിക്കുന്ന ആധാർ നമ്പർ ഉണ്ടോ എന്നുള്ളതാണ്. ആധാർ നമ്പർ ഉണ്ടെങ്കിൽ ഉണ്ട്, യെസ് എന്നാണ് നമ്മൾ കൊടുക്കേണ്ടത്. മിക്കവാറും എല്ലാ കുട്ടികൾക്കും ആധാർ കാർഡ് നമ്പർ ഉണ്ടാവേണ്ടതാണ്. സോ ഇവിടെ നമ്മൾ ആധാർ നമ്പർ അടിച്ചു കൊടുക്കുന്നതാണ്. സോ നിങ്ങൾ നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ കൃത്യമായിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സാർ ഇപ്പം തൽക്കാലം ഒരു ആധാർ നമ്പർ വെച്ചിട്ട് ജസ്റ്റ് നമ്മുടെ സ്റ്റുഡന്റ് തന്നെയാണ്, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ആധാർ നമ്പർ തന്നെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ എന്താക്കാൻ പോവാണ്, ജസ്റ്റ് സബ്മിറ്റ് കൊടുക്കാൻ പോവാണ്. ഓക്കെ, സോ ഇത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക്, രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഒരു OTP വന്നിട്ടുണ്ടാവും. സോ ഈ ഒരു OTP നിങ്ങൾ എന്താക്കുക, ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഈ ഒരു OTP നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. സോ ആ ഒരു സബ്മിറ്റ് ബട്ടൺ നിങ്ങൾക്ക് വരുന്ന OTP വെച്ച് നിങ്ങൾക്ക് സബ്മിറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടിയുടെ പേര് അവിടെ ഓൾറെഡി വന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഫാദേഴ്സ് നെയിമും CO എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഫാദേഴ്സ് നെയിം അവിടെ വന്നിട്ടുണ്ടാവും. നിങ്ങളുടെ മദേഴ്സ് നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ജെൻഡർ മെയിൽ ആണോ ഫീമെയിൽ ആണോ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാവും. എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കൊടുക്കണം. നെക്സ്റ്റ് നിങ്ങളിവിടെ ഒരു മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട്. നിങ്ങളൊരു മൊബൈൽ നമ്പർ അവിടെ കൊടുക്കേണ്ടതുണ്ട്. മെയിൽ ID കമ്പൾസറി അല്ല, ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി, നിർബന്ധമായിട്ടും കൊടുക്കണമെന്നില്ല. നെക്സ്റ്റ് നിങ്ങളുടെ കാറ്റഗറി, നിങ്ങൾ വരുന്നത് ജനറൽ കാറ്റഗറി ആണോ, SC ആണോ, ST ആണോ, OBC ആണോ, ഏതാണോ കാറ്റഗറി ആ ഒരു കാറ്റഗറി നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിന് തൊട്ട് താഴെയായിട്ട് ഡിസബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ അതിന്റെ പെർസെൻറ്റേജും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ നോൺ എന്നുള്ള കാര്യം. പിന്നെ അഡ്രസ്സിന്റെ ഷീറ്റ് വരുന്ന സമയത്ത് ഓൾറെഡി നിങ്ങളുടെ അഡ്രസ്സ്, നിങ്ങൾ ആധാർ കാർഡിൽ കൊടുത്തിട്ടുള്ള അഡ്രസ്സ് അവിടെ ഓട്ടോമാറ്റിക്കലി വരും. പിൻകോഡും അവിടെ വരുന്നതാണ്. എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതിന്റെ മാറ്റങ്ങളൊക്കെ വരുത്തി കൊടുക്കുക. നെക്സ്റ്റ് റെസിഡൻഷ്യൽ അഡ്രസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ സ്റ്റേറ്റ് നിങ്ങൾക്ക് കേരള എന്ന് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ റെസിഡൻഷ്യൽ ഡിസ്ട്രിക്ട് ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് അതിൽ കോഴിക്കോട് എന്ന് നിങ്ങളുടെ ഒരു ജില്ല, നിങ്ങളുടേതായ ജില്ല നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ജില്ല സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വരും യു ആർ അപ്ലൈയിങ് ഫോർ JNV കോഴിക്കോട്. നിങ്ങൾ ഏത് JNV ആണോ അപ്ലൈ ചെയ്യുന്നത് അത് അവിടെ വരും. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെയാണ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത്. അതേ JNV തന്നെയാണ് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത്. നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റെസിഡൻഷ്യൽ ബ്ലോക്ക്, നമ്മൾ ഏത് പഞ്ചായത്താണ്, ഏത് ലോക്കൽ ബോഡിയിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ പഞ്ചായത്ത് ആണെങ്കിൽ നിങ്ങളെ പഞ്ചായത്ത്, അല്ല എന്നുണ്ടെങ്കിൽ ലോക്കൽ ബോഡി, ഇപ്പം മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഒക്കെ വരും, അതിനനുസരിച്ച് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ താഴോട്ട് പോകുന്ന സമയത്ത് നിങ്ങളോട് അവിടെ ചോദിക്കുന്നുണ്ട് ആർ യു ആൻ NIOS 0104262215092026 കാൻഡിഡേറ്റ്. ഇതൊരു ഡൗട്ട്ഫുൾ ആവുന്നൊരു പാർട്ടാണ്. ഇവിടെ നിങ്ങൾ ഡൗട്ട്ഫുൾ ആവേണ്ട ആവശ്യമില്ല. NIOS എന്ന് പറയുമ്പോൾ സ്കൂളിൽ റെഗുലർ ആയിട്ട് പോയി പഠിക്കാതെ പ്രൈവറ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ നമ്മൾ പ്രൈവറ്റ് അല്ല പഠിക്കുന്നത്, നമ്മൾ ഡയറക്റ്റ് ഒരു CBSE സ്കൂളിലോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് സിലബസ് സ്കൂളിലോ ആണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ എന്ത് കൊടുക്കാം, നോ എന്ന് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മളോട് ചോദിക്കുന്നത് whether district of study of class 5 district residential of same, അതായത് സെയിം റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണോ നിങ്ങളുടെ ഇത് വരുന്നതാണ്. അതായത് നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതേ ജില്ലയിൽ തന്നെയാണോ, നിങ്ങൾ താമസിക്കുന്ന അതേ ജില്ലയിൽ തന്നെയാണോ എന്ന് ചോദിച്ചിട്ടുള്ളത്. അവിടെ നിങ്ങൾക്ക് യെസ് കൊടുക്കാം. തൊട്ട് താഴോട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ സ്റ്റഡി ഡീറ്റെയിൽസ് അവിടെ വരുന്നതാണ്. ശേഷം നിങ്ങൾ താഴോട്ട് പോകുന്ന സമയത്ത്
മീഡിയം ഓഫ് എക്സാമിനേഷൻ അവിടെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഏത് മീഡിയത്തിലാണ് നിങ്ങൾ എക്സാം ചെയ്യുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അല്ലെങ്കിൽ ഒരു മേഖലയാണ് ഇത് എന്ന് പറയുന്നത്. നിങ്ങൾ ഏത് മീഡിയത്തിലാണോ നിങ്ങൾ എക്സാം ചെയ്യുന്നത് അതേ മീഡിയം തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യണം. സോ നിങ്ങൾ മലയാളം ആണെങ്കിൽ മലയാളം, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്. മലയാളം എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി മലയാളം മീഡിയം ആയിരിക്കും, ലാംഗ്വേജ് ടെസ്റ്റ് അടക്കം മലയാളത്തിലായിരിക്കും വരിക. സോ ഇംഗ്ലീഷ് ആണെങ്കിൽ നിങ്ങളുടെ ലാംഗ്വേജ് ടെസ്റ്റ് നടക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലായിരിക്കും. സോ അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂവിങ് ടു ദ നെക്സ്റ്റ്, വളരെ അടുത്തതായിട്ടുള്ള ഒരു യെല്ലോ ബോക്സ് നിങ്ങൾക്ക് കാണാം. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത്. നിങ്ങൾ പഠിച്ച സ്കൂളുകളുടെ ഡീറ്റെയിൽസ്, 3ാം ക്ലാസ്, 4ാം ക്ലാസ്, 5ാം ക്ലാസ് നിങ്ങൾ പഠിച്ചിട്ടുള്ള സ്കൂളുകളുടെ ഡീറ്റെയിൽസ്. അവിടെ സ്കൂളിന്റെ പേര് കൊടുക്കണം, അത് റെക്കഗ്നൈസ്ഡ് ആണോ അല്ലേ എന്നുള്ളത് കൊടുക്കണം. റെക്കഗ്നൈസ്ഡ് CBSE സ്കൂളുകളും അതുപോലെ തന്നെ എയ്ഡഡ് സ്കൂൾസും റെക്കഗ്നൈസ്ഡ് സ്കൂൾസ് ആണ്. സോ ആ ഒരു സംഭവം റെക്കഗ്നൈസ്ഡ് ആണോ അല്ലേ എന്നുള്ളത് കൃത്യമായിട്ട് കൊടുക്കേണ്ടതുണ്ട്. ലൊക്കേഷൻ ഓഫ് ദ സ്കൂളിന്റെ ലൊക്കേഷൻ എവിടെയാണ്, അത് റൂറൽ ഏരിയ ആണോ അർബൻ ഏരിയ ആണോ എന്നുള്ളത് കൃത്യമായിട്ട് കൊടുക്കേണ്ടതുണ്ട്. വർഷങ്ങളിലും ഡേറ്റിലും മാസത്തിലൊന്നും നിങ്ങൾ പ്രത്യേകിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതില്ല. നിങ്ങളെ കുട്ടി 3ാം ക്ലാസ്, 4ാം ക്ലാസ്, 5ാം ക്ലാസ് തുടർച്ചയായി പഠിച്ചൊരു കുട്ടിയാണെങ്കിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതില്ല. തുടർച്ചയായിട്ടല്ല, അതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ മാറ്റങ്ങൾ വരുത്തിയാൽ മതി. ഇതിനുശേഷം നിങ്ങൾ താഴോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അണ്ടർടേക്കിംഗ് കാണാം. അണ്ടർടേക്കിംഗ് ഓഫ് കാൻഡിഡേറ്റ്, പാരന്റ് ആൻഡ് ഗാർഡിയൻ, 3 ആളുടെയും അണ്ടർടേക്കിംഗ് കാണാം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ തൊട്ടടുത്ത് നിങ്ങൾക്ക് കുട്ടിയുടെ ഒപ്പ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിന്റെ തൊട്ട് താഴെയായിട്ട് കുട്ടിയുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതും അപ്ലോഡ് ചെയ്യാൻ ഇവിടെ ചോദിക്കുന്നുണ്ട്. കാറ്റഗറി സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും ചോദിക്കുന്നില്ല. ഇത്രയും കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേവ് ആൻഡ് പ്രിവ്യൂ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോകും. യെസ് മക്കളെ, അപ്പോൾ നമ്മളിത് ഫില്ല് ചെയ്തതിന് ശേഷം ജസ്റ്റ് സേവ് ആൻഡ് പ്രിവ്യൂ എന്ന് പറയുന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് ലോഡായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്തതിൻ്റെ പ്രിവ്യൂ നിങ്ങൾക്ക് വരുന്നതാണ്. ഈ പ്രിവ്യൂ നിങ്ങൾ നല്ലപോലെ ക്രോസ് ചെക്ക് ചെയ്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ എന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്താക്കാൻ പാടുള്ളൂ, ഫൈനൽ സബ്മിഷൻ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതിലൂടെ ഗോ ത്രൂ ചെയ്യുക, കറക്റ്റായിട്ട് എല്ലാം, എന്തെങ്കിലും മിസ്റ്റേക്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് റെക്ടിഫൈ ചെയ്യുക. എന്നിട്ട് മാത്രം നിങ്ങൾ ഫൈനൽ സബ്മിഷന് വേണ്ടിയിട്ട് ലാസ്റ്റ് ഫൈനൽ സബ്മിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഡയലോഗ് ബോക്സ് വരും. നോ ചേഞ്ചസ് ഇൻ ദ പെർട്ടിക്കുലേഴ്സ് വിൽ ബി പെർമിറ്റഡ് ആഫ്റ്റർ ദ സബ്മിഷൻ. അതായത് ഒരുവിധ ചേഞ്ചസിനുമുള്ള ഓപ്ഷൻ ഇല്ല എന്നാണ് നമ്മൾ പറയുന്നത്. സോ കൃത്യമായിട്ട് നിങ്ങൾ ഇത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഓക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. സോ നിങ്ങൾക്ക് എന്ത് വരും, നിങ്ങളുടെ ഒരു കൺഗ്രാറ്റുലേഷൻസ് വരും. അതുപോലെ തന്നെ ഡിയർ, നിങ്ങളുടെ പേര്, നിങ്ങളുടെ അപ്ലിക്കേഷൻ ഫോം ഹാസ് ബീൻ സബ്മിറ്റഡ്, നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ എത്രയാണെന്നുള്ളതും, അതുപോലെ തന്നെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫോം പ്രിന്റ് ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷനും ഇവിടെ ഉണ്ട്. സോ അത് വെച്ചിട്ട് നിങ്ങളുടെ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് എന്താക്കാവുന്നതാണ്, പ്രിന്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നവോദയ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത്, നവോദയ എക്സാമിനേഷൻ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. സോ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ മറക്കണ്ട. ഇറ്റ്സ് മീ സെലിൻ വാടകൻ സൈനിങ് ഓഫ് ഫ്രം ആർക്കനെക്സ്. ബൈ, സീ യു ലേറ്റർ.